नमः ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 86. വേദമൂർത്തികളുടെ പ്രാർത്ഥന. പേജ് നമ്പർ 867. അളവറ്റ ജ്ഞാനം, അപരിമേയമായ കഴിവുകൾ, സീമാതീതമായ ബലം, അത്യസാധാരണമായ സ്വാധീനശക്തി, സീമാതീതമായ സൗന്ദര്യം, അതിരില്ലാത്ത വൈരാഗ്യം എന്നിവ മൂലം കൃഷ്ണൻ പരബ്രഹ്മമാണ്. അതിനാൽ കൃഷ്ണനു മാത്രം ഇണങ്ങുന്നതാണ് ബ്രഹ്മം എന്ന പദം. അമൂർത്തമായ ബ്രഹ്മം കൃഷ്ണന്റെ അതീന്ദ്രിയ ശരീരത്തിൽ നിന്നു പ്രസരിക്കുന്ന രശ്മികളുടെ ദീപ്തിയാകയാലാണ് കൃഷ്ണൻ പരബ്രഹ്മമാണെന്ന് അർജുനൻ ഉറപ്പിച്ചു പറയുന്നത്. സർവവും വലയം കൊള്ളുന്നത് ബ്രഹ്മത്തിലാണ്. ആ ബ്രഹ്മത്തിൻ്റെ വിശ്രമസ്ഥാനം കൃഷ്ണനും. അതിനാൽ കൃഷ്ണനാണ് ആത്യന്തികമായ ബ്രഹ്മം അഥവാ പരബ്രഹ്മം. ഭൗതിക മൂലകങ്ങൾ കൃഷ്ണന്റെ കീഴേക്കിടയിലുള്ള ശക്തിയായിട്ടാണ് അംഗീകരിക്കപ്പെടുന്നത്. കാരണം അവയുടെ പരസ്പര പ്രവർത്തനം മൂലമാണ് പ്രപഞ്ച പ്രത്യക്ഷം സംഭവിക്കുന്നത്. കൃഷ്ണനിൽ സ്ഥിതി ചെയ്യുന്നതും സംഹാരത്തെ തുടർന്നു സൂക്ഷ്മശക്തിയായി വീണ്ടും കൃഷ്ണനിൽ തന്നെ ലയിക്കുന്നതും. അതിനാൽ സൃഷ്ടിക്കും സ്ഥിതിക്കും കാരണമായിട്ടുള്ളത് കൃഷ്ണനാണ്. സർവം ഖലിദ്വം ബ്രഹ്മ എന്നു പറഞ്ഞാൽ സർവവും കൃഷ്ണന്റെ ശക്തികളാണെന്ന അർത്ഥത്തിൽ കൃഷ്ണനു തുല്യമാണെന്നർത്ഥം. ഇതു മഹാഭാഗവതന്മാരുടെ വീക്ഷണമാണ്. അവൾ എല്ലാറ്റിനെയും കൃഷ്ണനുമായി ബന്ധപ്പെടുത്തിയാണു കാണുന്നത്. കൃഷ്ണൻ സ്വയം പലതായി രൂപാന്തരപ്പെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് സർവവും കൃഷ്ണനാണെന്നും അക്കാരണം കൊണ്ടുതന്നെ ഏതിനെ ആരാധിക്കുന്നതും കൃഷ്ണാരാധനയാണെന്നും അമൂർത്തവാദികൾ പറയുന്നു. ഈ വികലമായ വാദഗതിക്കു കൃഷ്ണൻ ഭഗവത്ഗീതയിൽ മറുപടി പറയുന്നുണ്ട്. കൃഷ്ണന്റെ ശക്തിയുടെ രൂപപരിണാമമാണ് സമസ്തവുമെങ്കിലും അദ്ദേഹം എല്ലായിടത്തും സന്നിഹിതനാകുന്നില്ല. ഒരേ കാലത്തു തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അസാന്നിധ്യവും ഉണ്ട്. സ്വന്തം ശക്തി കൊണ്ട് അദ്ദേഹം എങ്ങും സന്നിധാനം കൊള്ളുന്നു. അതേസമയം ശക്തൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സന്നിധാനം എല്ലായിടത്തുമില്ല. നമ്മുടെ തത്കാലത്തെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഏകകാലത്തു തന്നെയുള്ള ഈ സാന്നിധ്യാസാന്നിധ്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്കാവില്ല. എന്നാൽ
ഈശോപനിഷത്തിൻ്റെ തുടക്കത്തിൽ വ്യക്തമായ ഒരു വിശദീകരണം നൽകുന്നുണ്ട്. സീമാതീതമായ ശക്തികളും രൂപാന്തരങ്ങളും കൃഷ്ണനിൽ നിന്നു പ്രസരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അല്പം പോലും മാറ്റമില്ലാതെ നിലകൊള്ളുന്നു. അതിനാൽ ബുദ്ധിയുള്ളവർ അദ്ദേഹത്തിൻ്റെ പാദപദ്മങ്ങളെ അഭയം പ്രാപിക്കണം. തന്നെ മാത്രം അഭയം പ്രാപിക്കാനാണ് കൃഷ്ണൻ ഉപദേശിക്കുന്നത്. അതുതന്നെയാണു വേദാനുശാസനത്തിൻ്റെയും മാർഗം. കൃഷ്ണൻ കാരണങ്ങൾക്കൊക്കെ കാരണനായതുകൊണ്ടാണ് എല്ലാ മഹർഷിമാരും പുണ്യാത്മാക്കളും നിയാമക തത്വങ്ങൾ പാലിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആരാധിക്കുന്നത്. ധ്യാനത്തിൻ്റെ ആവശ്യം വരുമ്പോഴൊക്കെ മഹാത്മാക്കളൊക്കെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നത് കൃഷ്ണൻ്റെ സർവാതിശായിയായ രൂപമാണ്. ഇപ്രകാരം മഹാത്മാക്കളുടെയൊക്കെ മനസ്സ് കൃഷ്ണനിൽ തന്നെ സദാ വ്യാപൃതമായിരിക്കും. മനസ്സു കൃഷ്ണനിൽ നിരതമാക്കി മുഗ്ധരായി തീർന്ന ഭക്തന്മാർ സ്വാഭാവികമായും കൃഷ്ണനെക്കുറിച്ചു മാത്രമായിരിക്കും സംസാരിക്കുന്നത്. ഹരേ കൃഷ്ണ.